സ്ട്രോക്ക് യൂഷ്വലി ഇതൊരു 45 ഇയേഴ്സിന് ശേഷമാണ് സ്ട്രോക്ക് വരുന്നത്. ഇപ്പൊ ചെറുപ്പക്കാരിലും വളരെ കോമൺ ആയിട്ട് സ്ട്രോക്ക് വരുന്നുണ്ട്. നമ്മൾ 25 വയസ്സിലും 20 വയസ്സിലും ഒക്കെ സ്ട്രോക്ക് കാണുന്നുണ്ട്. സ്ട്രോക്കിന്റെ പ്രധാന കാരണങ്ങളിൽ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. അതിനകത്ത് മോഡിഫയബിൾ ആൻഡ് നോൺ മോഡിഫയബിൾ ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, അതേപോലെ തന്നെ ഒബിസിറ്റി, പിന്നെ നമ്മളുടെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതെല്ലാം സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം വരുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ്. പിന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, സ്ട്രെസ്സും ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് സ്ട്രെസ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം വരുന്നതിനുള്ള കാരണങ്ങളാണ്. അപ്പൊ ഈ ചോദിച്ച ക്വസ്റ്റ്യനിൽ നമുക്ക് സ്ട്രോക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചതെങ്കിൽ, നമ്മൾക്ക് ഈ ഇപ്പം ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ പാരമ്പര്യമായിട്ടും ഒക്കെ വരാം. അത് നമുക്ക് എന്തായാലും വരും. മനസ്സിലായില്ലേ? അപ്പം വന്നു കഴിഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരാൾക്ക് BP അതിന്റെ ഏറ്റവും നല്ല കൺട്രോളിൽ പോവുക. ഡയബറ്റിക് ആണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. നമ്മളുടെ സ്ട്രെസ് എത്ര കുറയ്ക്കാമോ അത്രയും നല്ലത്. നമ്മൾ സോഷ്യലി ആക്റ്റീവായിട്ടിരിക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ, യോഗ, ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ്, ബോഡി മാസ് ഇൻഡെക്സ് അല്ലെ ബോഡി വെയിറ്റ് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ റിസ്ക് ഫാക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയും.